കൊല്ലം പുനലൂർ മുക്കടവിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം വഴിമുട്ടി. കൊല്ലപ്പെട്ടതാരെന്ന് ഇതുവരെ തിരിച്ചറിയാനായിട്ടില്ല. മൃതദേഹത്തിന്റെ കാലപ്പഴക്കമാണ് പ്രതിസന്ധിയാകുന്നത്. കൊല്ലപ്പെട്ടത് ഇടതുകാലിന് സ്വാധീനക്കുറവുള്ള മധ്യവയസ്കനെന്ന് മാത്രമാണ് നിലവിൽ പോലീസിന് മുമ്പാകെയുള്ള ഏക സൂചന. എന്തായാലും മിസ്സിംഗ് കേസുകളടക്കം അന്വേഷണം ഊർജിതമായി തുടരുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. സെപ്റ്റംബർ 23-നാണ് പിറവന്തൂർ പഞ്ചായത്തിലെ വൻമിള വാർഡിൽ മലയോര ഹൈവേയിൽ നിന്ന് 1/2 കിലോമീറ്റർ അകലെയുള്ള വനത്തോട് ചേർന്നുള്ള റബ്ബർ തോട്ടത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. ആൾപ്പെരുമാറ്റമുണ്ടാകാറില്ലാത്ത റബ്ബർ തോട്ടമാണ്. വിറക് ശേഖരിക്കാൻ എത്തിയവരായിരുന്നു ആദ്യം മൃതദേഹം കണ്ടെത്തിയത്. റബ്ബർ തോട്ടത്തിന് സമീപത്തെ വലിയ മരത്തിൽ ചങ്ങലയിട്ട് ബന്ധിപ്പിച്ച് കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം. പോസ്റ്റ്മോർട്ടം നടത്തിയതിന് പിന്നാലെ മൃതദേഹം ഇടത്തേക്കാലിന് സ്വാധീനം കുറവുള്ള മധ്യവയസ്കന്റേതാണെന്ന് മാത്രമാണ് ഇതുവരെ തിരിച്ചറിയാനായത്. ആരുടേതാണ് മൃതദേഹമെന്ന് കണ്ടെത്താനാകാത്തത് അന്വേഷണം വഴിമുട്ടിച്ചിരിക്കുകയാണ്. കാലിന് സ്വാധീനക്കുറവുള്ളവരിൽ സംസ്ഥാനത്ത് കാണാതായവരുടെ പട്ടിക പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. പക്ഷെ ദിവസങ്ങൾ പിന്നിട്ടിട്ടും ആളെ തിരിച്ചറിയാൻ കഴിയാത്തത് പോലീസിന് വലിയ വെല്ലുവിളിയാവുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി TR ജിജു ഇക്കാര്യം സാക്ഷ്യപ്പെടുത്തുന്നു. ഈ ആളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ക്ലൂ എന്ന് പറയുന്നത് ഈ ബോഡി ഡീകമ്പോസ്ഡ് സ്റ്റേജ് ആയതുകൊണ്ട് പല എവിഡൻസുകളും നമുക്ക് ക്രൈം സീനിൽ നിന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഇയാളുടെ ഇടത് കാലിന് ഒരു സ്വാധീനക്കുറവുണ്ടെന്നുള്ളതിനെ സംബന്ധിച്ച് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അക്കാര്യത്തേക്ക് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. നമ്മൾ നാരോ ഡൗൺ ചെയ്ത് ഒരു 2 പേര് ഇതിലേക്ക് സാധ്യത ഉണ്ടെന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. പക്ഷെ കൺഫർമേഷൻ ആയിട്ടില്ല. നെഞ്ചിന്റെ വലതുഭാഗത്തേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്ന് കണ്ടെത്തിയതോടെ സംഭവം കൊലപാതകമാണെന്ന് ഉറപ്പിച്ചാണ് അന്വേഷണം. കൊലപ്പെടുത്തിയ ശേഷം മരത്തിൽ കെട്ടിയിട്ട് കത്തിച്ചതാകാമെന്നാണ് നിഗമനം. കൊല്ലപ്പെട്ടിട്ട് 2 ആഴ്ചയോളമായി എന്നാണ് കണക്കുകൂട്ടൽ. അതുകൊണ്ടുതന്നെ പരമാവധി വേഗത്തിൽ ഊർജിതമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. ഡിവൈഎസ്പി ജിജുവിന്റെ നേതൃത്വത്തിലുള്ള 20-അംഗ സംഘമാണ് കേസന്വേഷിക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ചക്കാലം പ്രദേശത്തെ ടവറുകൾ കേന്ദ്രീകരിച്ച് ഇൻകമിംഗ് ഔട്ട്ഗോയിംഗ് കോളുകൾ പരിശോധിക്കാനാണ് നീക്കം. പ്രദേശവാസികളല്ലാത്തവരുടെ മൊബൈൽ നമ്പർ ശ്രദ്ധയിൽപ്പെട്ടാൽ വിശദമായി ചോദ്യം ചെയ്യാനാണ് ആലോചന. പുറമേക്കാർ വരാത്തിടമായതുകൊണ്ട് പരിശോധന നിർണായകമാണ്. ഇതിനു പുറമെ മേഖലയുടെ 3 കിലോമീറ്റർ ചുറ്റളവിലുള്ള CCTVകളും പരിശോധിക്കും. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.